ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഗുളികയുടെ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലെനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പുത്തൻ കത്രിക വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച ഓട്ടോമാറ്റിക്കായിട്ട് പോവാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മളത് മാറ്റി വെച്ചിട്ട് വീണ്ടും പുതിയ കത്രിക വാങ്ങാറാണ് പതിവ്. എന്നാൽ പുതിയതൊന്നും പർച്ചേസ് ചെയ്യാതെ നിലവിലുള്ള മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിക തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഗുളികയുടെ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കത്രികയുടെ മൂർച്ച കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആദ്യമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കത്രിക ചതഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നത് മുറിഞ്ഞ് നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉച്ചയൊക്കെ കുറഞ്ഞു പോയിട്ടുള്ള കത്രിക ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. സാധാരണയായിട്ട് വെള്ളി ആഭരണങ്ങളൊക്കെ അണിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറമൊക്കെ മങ്ങി നല്ല ഡാർക്കായിട്ട് വരാറുണ്ട്. എന്നാൽ അത് സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര കളർ മങ്ങിയതാണെങ്കിലും പെട്ടെന്ന് നല്ല പോലെ ക്ലീനാക്കി എടുക്കാൻ ഇതുപോലെയുള്ള ഒരു ഗുളിക കവർ മാത്രം മതി. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു ബ്രേസ്ലെറ്റാണ്. ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഞാനിന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതൊരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കത്രിക മൂർച്ച കൂട്ടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗുളിക കവറിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ, അതാണ്. അതുകൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ചൂടുള്ള വെള്ളമാണ്. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാനിതിന് യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഗുളികയുടെ കവറിൻ്റെ കുഞ്ഞു പീസുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിലുള്ള അഴുക്കൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാൻ 1-2 തവണ കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു കളറൊക്കെ നല്ല പോലെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രേസ്ലെറ്റൊക്കെ നന്നായിട്ട് തന്നെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ബ്രേസ്ലെറ്റും ഇപ്പോഴുള്ള മാറ്റവും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാനിത് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും ഞാൻ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. വെള്ളം നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതാ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് അരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എനിക്കിത് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുലുസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അച്ചാറിൻ്റെ ബോട്ടിലാണ്. അച്ചാറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അവസാനമായി കഴിയുമ്പോൾ ബോട്ടിലിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. നല്ലപോലെ തിക്കായിട്ട് അതിൻ്റെ അടിവശത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്പഞ്ചൊക്കെ വെച്ച് കൈയൊക്കെ ഇട്ട് അടിച്ച് ക്ലീൻ ആക്കണം. എന്നാൽ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കാലിയായിട്ടുള്ള ഒരു ഗുളികയുടെ കവറാണ്. അതും കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചെറുതാക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്.
എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലുകളൊക്കെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നെയ്യ് അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഗുളിക കവർ മുഴുവനായിട്ട് ഇതുപോലെ കുഞ്ഞു പീസുകളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ കുറച്ച് ഉള്ളതുപോലെ തോന്നിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പീസ് എടുത്തതിന് ശേഷം അതും നേരത്തെ ചെയ്ത പോലെ തന്നെ കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും പീസുകളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നോർമൽ വാട്ടറാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഈ ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം താഴേക്കും മേലേക്കും നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെഡിലുണ്ടാവുന്ന അഴുക്കും ആ സൈഡിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഞാൻ ഇതുപോലെ ഒരു 3-4 തവണ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുമുണ്ട്. ഇനി ആ ഒരു ബോട്ടിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വരാം. അപ്പോൾ ഞാനിതാ നല്ല വെള്ളത്തിൽ ഒറ്റ തവണ ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. ഈ ഒരു ലിഡിൽ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ നല്ല പോലെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലായാലും നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എഡ്ജുകളായാലും അതിൻ്റെ അടിവശമായാലും ഒക്കെ പക്കയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെയ്യോ അതല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ അച്ചാർ ബോട്ടിലുകളൊക്കെ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഗുളിക കവറൊക്കെ വലിച്ചെറിയാതെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ടിപ്പ് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്നൊരു ടിപ്പാണ്. എത്ര കത്താത്ത ഗ്യാസും നല്ല പോലെ കത്താനും അതുപോലെ തന്നെ കുറച്ച് നാൾ നമുക്ക് ലാസ്റ്റിങ് ചെയ്ത് കിട്ടാനൊക്കെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗുളികയുടെ കവർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതുപോലെ സൂചി പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസിൻ്റെ ബർണറാണ്. ഇതുപോലെ ബർണറിൻ്റെയൊക്കെ ആ ഒരു ഹോൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഹോളൊക്കെ ഒന്ന് അടഞ്ഞു കഴിഞ്ഞാൽ കത്താനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നല്ല രീതിയിൽ കത്തുകയില്ല. നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാലും ചൂടായി കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. ഒരുപാട് ഗ്യാസ് ചിലവായി പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരുകയും ചെയ്യും. എന്നാൽ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു അടിഞ്ഞ അഴുക്കോ കാര്യങ്ങളൊന്നും അതിനുള്ളിൽ നിൽക്കാതെ നന്നായിട്ട് തന്നെ തീ കത്താനും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ബർണറിൻ്റെ ഓരോ ഹോളിലും ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒട്ടും റിസ്ക് ഇല്ലാത്ത പണിയാണ് താനും. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കൾ തന്നെ ആവേശത്തോടു കൂടി ചെയ്യും കേട്ടോ. ഗ്യാസിനൊക്കെ വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെയുള്ള വർക്കിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പണം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു ബർണറിൻ്റെ എല്ലാ ഹോൾസും ഇതേ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ആ ഒരു വൈറ്റ് തുണിയിലേക്ക് ഞാനൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിലുള്ള അഴുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ആ വൈറ്റ് തുണി വിരിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിറയെ പൊട്ടും തരിയൊക്കെ ആയിട്ട് കറുപ്പ് പൊടിയുടെ അംശങ്ങളൊക്കെ ഇതാ. അപ്പോൾ ഇതുപോലെയുള്ള പൊടിയൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ബർണർ ശരിക്കും കത്താതെ വരും. അപ്പോൾ ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മൾ ഇതേ രീതിയിലൊന്ന് ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗ നല്ല പോലെ കത്തുകയും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും. ഗ്യാസ് നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഗുളികയുടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്ത് കാണിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എത്ര നീറ്റായി കഴിഞ്ഞാൽ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിലെ ടോപ്പ് വശത്തൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചൊക്കെ നിൽക്കാറുണ്ട് അല്ലേ. ആ ഒരു അഴുക്കൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഇളകി കിട്ടുകയും ചെയ്യും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നമുക്കതൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു വശം വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അടുപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് പുത്തനായതുകൊണ്ട് തന്നെ എനിക്ക് അഴുക്കുകൾ കുറവാണ്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഒരു കുഞ്ഞു ഹവായിയാണ്. ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിയിട്ടുള്ള
ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗുളിക കവറും ഉണ്ടെങ്കിൽ ഫ്രഷായിട്ട് നമ്മളിട്ട് നടക്കുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ് കേട്ടോ. അതിനായിട്ട് നമ്മൾ എവിടെയും പോകണ്ട, ഒട്ടും ക്യാഷ് ചിലവാക്കുകയും വേണ്ട. നമ്മുടെ വീട്ടിൽ ഗുളിക കഴിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലെയുള്ള കവർ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. വീണ്ടും സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് 4 മടക്കാക്കിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹോൾസിനുള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു ചെരുപ്പിൻ്റെ ബാർ കടത്തി വിടേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബാർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചെരുപ്പിൻ്റെ അടിവശത്തായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗുളികയുടെ കവർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ആ ഒരു ഭാഗം ബാലൻസ് വരുന്ന ഭാഗം മുഴുവൻ പ്രസ് ചെയ്ത് ആ ഒരു ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെയാണ് കേട്ടോ എല്ലാ വശവും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്ത് വരാം. എത്രത്തോളം നമുക്ക് ടൈറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം അത് പ്രസ് ചെയ്ത് ടൈറ്റാക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബാർ അവിടെ നിന്ന് ഊരി പോവാതെ സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും പ്രസ് ചെയ്ത് മാക്സിമം അതിനുള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു ചപ്പലിൻ്റെ ബാർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കത്തിയതിന് ശേഷം ഇതൊന്ന് ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കത്തിയതിന് ശേഷം ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 1-2 തവണ ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കത് നല്ലപോലെ ഫ്ലാറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിതാ ഇത് ഫ്ലാറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മുൻവശം ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിക്കുന്ന സമയത്തൊന്നും അത് പുറത്തേക്ക് പോരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന ഗുളിക കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കിടക്കാഴ്ച ഐഡിയാസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോസായിട്ടും വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.